പതിവിലും വൈകിയാണ് അദ്ദേഹം പണി കഴിഞ്ഞ് കുളിക്കാൻ പോകുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് പൊതുവെ ദുരൂഹത നിറഞ്ഞ കഥകളും മറ്റും പറഞ്ഞുകൊണ്ട് ഇരുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ധൃതി പിടിച്ചാണ് പുഴക്കരയിലേക്ക് പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പുഴക്കരയിലെത്തി. വിജനമായ ഒരു സ്ഥലമായിരുന്നു. പുഴക്കരയിലെത്തിയ അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ച് പുഴക്കരയിൽ വെച്ച് കുളിക്കാനിറങ്ങി. പെട്ടെന്ന് ആരോ കുളിക്കുന്ന പോലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അയാൾ ചുറ്റും നോക്കി. ആരെയും കാണാനായില്ല. അദ്ദേഹം വീണ്ടും കുളിക്കാൻ തുടങ്ങി. എന്നാൽ ആ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം അടുത്തടുത്തായി കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും അവിടെ നിന്ന് ഒരു രൂപം അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നതായി തോന്നി. അദ്ദേഹം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അത് അദ്ദേഹത്തെ ഒന്നുകൂടി ഭയപ്പെടുത്തി. കുളി കഴിഞ്ഞ് അദ്ദേഹം പുഴയിൽ നിന്ന് കയറി തൻ്റെ വസ്ത്രമെടുക്കാൻ നേരത്ത് ശബ്ദം വീണ്ടും കേട്ടു. പെട്ടെന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും അയാളുടെ മുന്നിൽ പുഴയിലെ വെള്ളം ഒരു മനുഷ്യരൂപത്തിൽ നിൽക്കുന്നു. ഇത് കണ്ട് പേടിച്ച അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങളെടുത്ത് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ആ സ്ഥലത്തെക്കുറിച്ച് പുതിയൊരു കഥ കൂടി ഉടലെടുത്തു.